ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ജിൻഡോയുടെ വാക്കുകൾ പലരുടെയും മനസ്സ് അലിയിപ്പിച്ച ഒരു വാക്കുകളായിരുന്നു. കാരണം അവരോട് പറഞ്ഞിരുന്ന, നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഇത്ര ദിവസങ്ങളായി, നിങ്ങൾക്ക് സന്തോഷം വന്നിട്ടുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്, വിഷമം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരും കാണും. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ചില ആൾക്കാരോട് എന്താണ് കാരണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് എന്തുകൊണ്ടാണ് ദേഷ്യം, എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് ദേഷ്യം എന്നുള്ളത് ഇവിടെ പറയാം എന്നുള്ളതാണ് പറയുന്നത്. ജിൻഡോ പറഞ്ഞിരിക്കുന്നത്, എന്നോട് ദേഷ്യം വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് വേദനിപ്പിച്ചിട്ടുള്ള ഗബ്രിയാണ്. ഗബ്രി ഞാൻ വന്ന സമയത്ത് നല്ല കൂട്ടായിരുന്നു. വന്ന ദിവസങ്ങളിൽ ഗബ്രി എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്റെ ശരീരം കാണിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്താൽ എന്റെ ശരീരം ഒന്ന് ഫിറ്റ്നസ് വരുത്താൻ പറ്റും എന്നുള്ളത് ചോദിച്ചു. ഞാനിപ്പോൾ അവന്റെ ഡ്രസ്സ് മാറ്റിയിട്ട് അവനോട് പറഞ്ഞു, ശരീരത്തിൽ തൊട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ നല്ല ബോഡി നിനക്ക് കിട്ടും, നീ അങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എന്തോ ഒരു വിഷയത്തിൽ ദേഷ്യം ഇവൻ വെളിയിലൊക്കെ നിന്ന് പറഞ്ഞത് ഞാൻ വേണ്ടാത്ത രീതിയിൽ അവന്റെ ശരീരത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ഒത്തിരി മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വെളിയിൽ ഇറങ്ങും, എന്റെ സ്ഥാപനം അടിച്ചു പൊട്ടിക്കൂ, എറിഞ്ഞു പൊട്ടിക്കൂ എന്ന് വരെ അവൻ പറയുകയുണ്ടായി. എന്തിനാണ് ഇങ്ങനെയൊക്കെ, ഞാൻ ആരോട് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളിവിടെ ഈ ലോകത്തിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല. വെറും എനിക്ക് 6 അടി എന്നുള്ളടത്ത് 12 അടി മണ്ണ് തന്നെ എനിക്ക് വേണ്ടി വരും. നമ്മളൊന്നും കൊണ്ടുവന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോഴും നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ടില്ല. നമ്മൾ ഇവിടുന്ന് പോകാണ്. അപ്പം ഞാന് ഒരു ചക്രവർത്തി മരിച്ചു കിടന്നപ്പം പണ്ട് കൈ മലർത്തി ഇങ്ങനെ കിടന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നുമില്ലായിരുന്നു. അത്രയും ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരവും ഇതൊക്കെ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളെല്ലാം ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞാലും തിരിച്ചു പറയുന്ന ഗബ്രിയാണ്. ആ ഗബ്രിയായിട്ട് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പിന്നെയും ഇച്ചിരി എന്തെങ്കിലും മനസ്സിൽ കുരുട്ടുബുദ്ധിയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ശ്രീരേഖയെ ഉള്ളായിരുന്നു. പക്ഷെ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുന്നതായിട്ടുള്ള, എല്ലാവരുടെയും മനസ്സൊന്ന് തുറപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ജിൻഡോ അവിടെ പറഞ്ഞത്. എല്ലാവരും പല പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു, എങ്കിലും ജിൻഡോയുടെ വാക്കുകൾ എല്ലാവരെയും ഒന്ന് മനസ്സ് തുറപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു.